എന്റെ മോന് ഹാപ്പി ബർത്ത്ഡേ. പ്രാർത്ഥന ഒന്നുമില്ലെന്ന്. പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥന വരണേ. താങ്ക് യു. വൈറ്റ് ലക്സറി പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് സണ്ണചേട്ടന്റെ ബർത്ത്ഡേ ആണ് കേട്ടാ. ബർത്ത്ഡേയോടെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു. പാട്ടുപാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അപ്പ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്ത് അപ്പെടുത്ത് പൂച്ചെടുക്ക് എന്നിട്ട് നീ പാട്ടാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. അപ്പേക്കും മോടുക്ക് അമ്മമ്മ എടുത്ത് പോയിട്ടാ. അമ്മമ്മ എനിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങളതേ പള്ളിയിൽ പോയി വന്ന് കേറിയുള്ളൂ കേട്ടാ. അപ്പൊ അമ്മതേ എണീറ്റിട്ടുണ്ട്. ഉറക്കുന്ന എനിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ബർത്ത്ഡേ പോയി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനില്ലേടാ? എങ്ങനെ രണ്ടുപേരും എടുത്തിട്ടാ? അപ്പൊ എന്നാലേക്ക് അപ്പൊ അമ്മയ്ക്ക് നീങ്ങിയിരിക്കാൻ പറ്റണില്ല. അത്ര നീങ്ങിയാ മതി. അല്ലേ ചേട്ടൻ ഇങ്ങനെ നീങ്ങ. എന്താണ്? അപ്പൊ എന്റെ മോന് ഹാപ്പി ബർത്ത്ഡേ. പ്രാർത്ഥന ഒന്നുമില്ലെന്ന്. പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥന വരണേ. താങ്ക് യു. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തേക്കായാലും ഏറ്റവും അനുഗ്രഹപൂർണമായി, ഐശ്വര്യപൂർണമായി, ആരോഗ്യപൂർണമായി നിൻ്റെയും ബിടുവിൻ്റെയും കുഞ്ഞു മക്കളെയും ദൈവമേ പ്രത്യേകം 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 അനുഗ്രഹിക്കണേ. ആയുസ്സും ആരോഗ്യവും എൻ്റെ മക്കൾക്ക് നൽകി അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും വരാതെ, ഒന്നിനും കുറവ് വരുത്താതെ ഇത്രയും നാൾ കഴിഞ്ഞതിലും ഉയർച്ചയിലും വളർച്ചയിലും സമ്പൽ സമൃദ്ധിയിലും ആരോഗ്യത്തിലും എൻ്റെ മോനെയും എൻ്റെ മോൻ്റെ കുടുംബത്തെയും മക്കളെയും അനുഗ്രഹിക്കാൻ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ മോനെ എനിക്ക് തന്ന അനുഗ്രഹിച്ച നല്ലതാതാ നന്ദിയും സ്തുതിയും ശ്വാസവും അർപ്പിക്കുന്നു. എൻ്റെ മോന് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവം നൽകി. എല്ലാം കൂടി ഇരിക്കട്ടെ. ഞങ്ങളെ എയർപോർട്ടിൽ പോകാൻ മോണിയാകുമ്പോ ഇന്ന് അളിയന്മാരും ഒരു ദിവസമാണ്. മിടുവിന്റെ രണ്ടാങ്ങളമാരും ഇന്ന് ലാൻഡ് ചെയ്യും. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് നേരെ ഇനി എയർപോർട്ടിൽ പോണം. അപ്പൊ അങ്ങനെ എയർപോർട്ടിലേക്ക് പോവാൻ വേണ്ടി ഇറങ്ങാൻ പോവാണ്. റെഡി? ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടണോ? പാട്ട് പാടാട്ടാ. നോക്കണേ കണ്ടിടേ കണ്ടിട് കണ്ടിട്. പക്ഷെ വീഡിയോയിൽ കാണാം. പക്ഷെ Happy birthday dear Sarikotan, happy birthday to you. Thank you. Thank you. ഒരു പെണ്ണിന്റെ ചോളാണ്. ഇതില് 3 പെണ്ണുങ്ങളുണ്ട്. അതാരാ? ജാസ്മിൻ ഉണ്ട്, റോസ്മേരി ഉണ്ട്, മിഡു ഉണ്ട്. ഞങ്ങളുടെ പാട്ട് അവരൊക്കെ കേട്ടാ. ലോകം മുഴുവൻ കേട്ടോണ്ട് ഇപ്പൊ ലോകം മുഴുവൻ കേൾക്കാൻ പോകണല്ലോ. വീഡിയോ എടുത്തോണ്ടിരിക്കാണ്. എവിടെ പോവാ നിങ്ങള്? ഞങ്ങള് എയർപോർട്ടിൽ പോണു. അങ്ങനെ അതേ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ എയർപോർട്ട് എത്താറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആങ്ങളമാർ 2 പേരും ദേ വരാണ്. 2 ദിവസം കഴിയുമ്പോഴേക്കും ലിജി ചേച്ചിയും ഫാമിലിയും വരും.
അങ്ങനെ എല്ലാവരും കൂടി വരണ ദിവസങ്ങളാണ് കേട്ടോ ഈ ആഴ്ചകളിലൊക്കെ. പിന്നെ കുറേ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ വരണത് തന്നെ നമ്മുടെ ഒരു ചേട്ടൻ്റെ മോളുടെ മനസ്സമ്മതം, കല്യാണത്തലേന്ന് അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും ഇതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇച്ചിരി നേരത്തെ എത്തി. അവരെ ഫ്ലൈറ്റ് ആണെങ്കിൽ ലേറ്റും ആയിരുന്നു. അപ്പോൾ ഞങ്ങളിതേ ഫ്ലൈറ്റൊക്കെ വരുന്നത് കാണാൻ വേണ്ടി ഞങ്ങളവിടെ മുകളിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഫ്ലൈറ്റിൻ്റെ എവിടെ എത്തി എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ മാപ്പിൽ ഇതിൽ കാണിക്കുമല്ലോ, അത് നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ അവരുടെ ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടുണ്ട്. പിന്നെ അവരിവിടെ ഇറങ്ങി വരുമ്പോഴേക്കിനി കുറച്ച് നേരം പിടിക്കും. പിന്നെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. സ്റ്റീവൻ ഗ്രേസും എല്ലാവരും അവിടെ കളിയും ബഹളമൊക്കെ ആയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ അപ്പം ഇനി അവരെ പിക്ക് ചെയ്യട്ടെ, ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. പെട്ടിയുടെ എണ്ണം കൂടിയല്ലോ ഫ്രണ്ടിലേ. ഇവന്മാര് പറഞ്ഞതേ 3 പെട്ടിന്നാണ്. ഇപ്പൊ പെട്ടി 6 ആയിട്ടുണ്ട്. അപ്പൊ 2 ഇവരെ തട്ടാം, നമുക്ക് പെട്ടിയായിട്ട് പോവാം. ഫ്രണ്ടിൽ വെക്കാം. ഞങ്ങള് പെട്ടിയായിട്ട് പോയിക്കോളാം, നിങ്ങൾ എങ്ങനെയും പോരെ. വണ്ടി എഴുതിക്കോട് പോവാ. വണ്ടി ഇങ്ങോട്ട് കൊണ്ടെടുത്തിട്ട് വന്നാലോ, എടുത്തിട്ട് വണ്ടേ? എന്തേ? അപ്പൊ നമ്മുടെ സിനിമാ നടൻ ഷറഫുദ്ദീനെ കണ്ടുവിട്ടാ. അപ്പൊ ഒരു ഹായ് ഒക്കെ പറഞ്ഞു, പക്ഷെ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. ഭയങ്കര ഓപ്പോസിറ്റ് ആയിരുന്നു ലൈറ്റ്. അപ്പൊ അത് കാരണം നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടാ. എടാ പെട്ടിയുടെ എണ്ണം കൂടിയാ. അല്ലേ ഇത്രല്ലായിരുന്നു. കുറെ ഗൾഫുകാരത്തികളൊക്കെ വരുന്നുണ്ട്. പോവാ. ഒരു കമ്പിയാണ് എല്ലാം ശരിയായിക്കോളും. ബാലൻസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാം. ഒരു മണിക്കൂർ ഫ്ലൈറ്റ് ലേറ്റ് ആണെന്നോ. ഞങ്ങൾ നിങ്ങളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കണ്ടു. ഞങ്ങൾ ലാൻഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പോയിണ്ടായിരുന്നു മുകളിലേക്ക്. ഇവള് പറഞ്ഞു പറവൂരെത്തി, അങ്കമാലിലെത്തി. ഇപ്പൊ ശരിയാവും കേട്ടോ എല്ലാരും. ഒരു ചാട്ടം കൂടി ഉണ്ട്. ഡൈനസോറായിട്ട് ആരും കളിക്കണം. നല്ല കറിയാണ്, നല്ല രസമുണ്ട് ചാറ്. നല്ല കറിയാണ്. വന്നിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലൊക്കെ വന്ന് ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി. ഞാൻ സണ്ണിയേട്ടന് ഗോതമ്പ് പായസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വേറെ നമ്മൾ കേക്ക് കട്ടിങ് അങ്ങനത്തെ സെലിബ്രേഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സണ്ണിയേട്ടൻ ഇവിടെ ഇല്ല കേട്ടോ, കുറച്ച് കഴിയുമ്പോഴേക്ക് എത്തും. എന്നിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് പായസം കൊടുക്കാം.